യു പിയിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇനി വരുന്ന ദിവസങ്ങളിൽ ആരോപണം കടുക്കും. യു പിക്ക് നേരെ, യോഗിക്ക് നേരെ ആരോപണം കടുക്കും. മാത്രമല്ല, ഇപ്പോഴദ്ദേഹം അവിടെ ഒരു വ്യവസായ വിപ്ലവം തുടക്കം കുറിക്കുകയാണ്. അവിടെ ഈ 2022 ഒരു സമ്മിറ്റ് നടന്നിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വ്യവസായ വിപ്ലവത്തിലേക്ക് നയിക്കുമ്പോൾ ഇനി ഇയാളെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു. ഇതാണ് ഈ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതായത് ഏത് വിധേനയും യു പി സർക്കാരിനെയും യോഗിയെയും അട്ടിമറിച്ച് ബി ജെ പിയെ, കേന്ദ്രത്തിലുള്ള ബി ജെ പിയുടെ ശക്തി കൂടി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ തന്ത്രം. പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് അല്ല, ഈ സമാജ്വാദി പാർട്ടിയും DMK-യുമാണ്, അല്ലെങ്കിൽ അഖിലേഷ് യാദവും സ്റ്റാലിനുമാണ് എന്നുള്ള ഒരു സത്യവും കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് യു പിയിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം.